നമുക്കൊന്ന് ലോകം ചുറ്റിയിട്ട് വന്നാലോ, പല രാജ്യങ്ങളിലൂടെ. യെസ്, ദിസ് ഈസ് ലിറ്റിൽ വേൾഡ് കുവൈറ്റ്. ദുബായിലെ പ്രസിദ്ധമായ ഗ്ലോബൽ വില്ലേജ് അറിയില്ലേ, അതിൻ്റെ ഒരു മിനി വേർഷൻ നമ്മുടെ കുവൈത്തിലും. ഇവിടെ പല രാജ്യങ്ങളുടെ പവിലിയോണും അതിനു പുറമെ പുറത്ത് നല്ല ഒരുപാട് ഫുഡ് സ്റ്റാൾസുകളും ഉണ്ട്. പിന്നെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസും ഉണ്ട്. അവിടെ ഷെഡ്യൂൾഡ് ചെയ്ത പല പരിപാടികളും നടക്കുന്നുമുണ്ട്. സ്റ്റേജ് പ്രോഗ്രാമെല്ലാം ഉണ്ട് കേട്ടോ, മ്യൂസിക്കലായിട്ട്. അവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു കുട്ടിയായിട്ടുള്ള ഒരു ഗെയിമാണ്. ഒന്നെന്ന് പറയും, ഒന്നിന് ഇംഗ്ലീഷിൽ രണ്ടെന്ന് പറയണം, പിന്നെ മൂന്നെന്ന് മലയാളത്തിൽ പറയണം. അങ്ങനത്തെ ഒരു കളി. നമ്മൾ ഗെയിം സോണിലേക്കാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഗെയിംസിലുണ്ട്. കുട്ടികളെല്ലായിട്ട് വരുവാണെങ്കിൽ അവർ ഇവിടത്തേക്ക് ഇട്ട് കൊടുത്താൽ ഒരു 1-2 മണിക്കൂർ അവർ പുഷ്പം പോലെ സ്പെൻഡ് ചെയ്യും. ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ രാജ്യമായ കൊറിയയിലേക്ക് നമുക്ക് പാസ്പോർട്ടും വിസയൊന്നും വേണ്ട, കൊറിയയിലൊന്ന് എൻ്റർ ചെയ്തിട്ട് വരാം. കൊറിയയിലേക്ക് കയറുമ്പോൾ തന്നെ ഉള്ളത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഒരു കൊറിയൻ കൺവീനിയൻസ് സ്റ്റോറിൻ്റെ ഒരു നേച്ചർ പതിപ്പ്. കൊറിയൻ ജ്വല്ലറി ഉണ്ടോടാ. കൊറിയയിൽ നിന്ന് ഇറങ്ങി അടുത്ത കൺട്രി ആഫ്രിക്കയിലേക്ക് നമ്മൾ ഇറങ്ങി. പിന്നെ ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ശരിയില്ല കേട്ടോ. കൊറിയയിൽ കയറിയിട്ട് പാകിസ്ഥാനിലല്ലാന്ന് ഇറങ്ങിയത്. അത് ഇനി കുറച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഇന്ത്യൻ്റെ ഇടയിലോട്ടല്ലേ വരുന്നത്. ഇനിവേ നമ്മൾ ആഫ്രിക്കയിൽ അവിടുത്തെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. നല്ല കുറച്ച് ശില്പങ്ങളും അങ്ങനത്തെ ഒക്കെയാണ്. 2 ആഫ്രിക്കക്കാരുമായിട്ട് കുറച്ച് സംസാരിച്ച് അവിടെ നിന്ന് മെല്ലെ നടന്നു കഴിഞ്ഞു. അടുത്ത കൺട്രി ചൈന. ചൈനൻ്റെ മണ്ണിലേക്ക് നമുക്ക് കാലുകുത്താം. നമ്മളെ അടുത്ത കൺട്രി നമ്മുടെ സ്വന്തം കുവൈറ്റ്.
അവിടെ നിന്ന് നേരെ നമ്മൾ തുർക്കിയിലേക്കാണ് കയറിയത്. തുർക്കിയിൽ റൈറ്റ് സൈഡ് ഷോപ്പിൽ തന്നെ കുറേ ബക്ലാവ വേറെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. നമ്മളതിൽ 2-3 ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് സോപ്പാണ്, സാഫ്രോൺ സോപ്പ്, ടർക്കിഷ് സോപ്പ്. തുർക്കിയിൽ നിന്നാണോ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത്? രണ്ട് വയസ്സായ തുർക്കി ഉമ്മമാർ ഫത്തേർ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മളിനി കയറാൻ പോകുന്നത് യൂറോപ്പിലേക്കാണ്. യൂറോപ്പിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഷോപ്പിലില്ലേ റഷ്യ എന്നൊക്കെ കാണുന്ന മത്രോഷ്ക, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മത്രോഷ്ക? ഇതൊരു എന്താ പറയുക ഫാമിലി പോലത്തെ ഒരു സംഭവമാണ്. അതിപ്പോൾ പുള്ളി തുറന്ന് കാണിച്ചു തരും. ഇത് നോക്ക്, ഒന്ന് അതിൻ്റെ ഉള്ളിൽ സെയിം സാധനം, ഒന്ന് അതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറുത്, അങ്ങനെ. അതായത് അമ്മ, മക്കൾ, അതിൻ്റെ മക്കൾ, അതാണ് കോൺസെപ്റ്റ്. മത്രോഷ്ക എന്നാണ് പറയുക. ചില ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പറ്റിയൊരു പ്രൊഡക്റ്റാണ്. അങ്ങനെ ഷബാബ നമുക്ക് അവിടെ നിന്ന് അത് കാണിച്ചു തന്നു. നമ്മൾ മുന്നിലോട്ട് നീങ്ങി പോയി ഏഷ്യയിലേക്ക് കയറാൻ നോക്കാം. വസ്ത്രങ്ങളുടെ ഒരു വ്യാപാരം തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ അവിടെ നിന്നെല്ലാം പുറത്തിറങ്ങി നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു തന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ബേക്ക്ഡ് പൊട്ടറ്റോ മാൻ, സോ ടേസ്റ്റി. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഭയങ്കര ടേസ്റ്റിയുള്ള സാധനം. അവിടെ എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ടോ അതൊക്കെ ആഡ് ചെയ്തിട്ട് എ കംപ്ലീറ്റ് മിക്സ്ചർ. ദാറ്റ് വാസ് സോ ടേസ്റ്റി. ഒരു ഫിലിപ്പീനി ബക്കാല, പിനോയ് ബക്കാല. Yes, bravo.
അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.